എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിൽ നിൽക്കുന്നൊരു ബന്ധാന നമുക്കും ഒന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനത് അവിടെ ഒരു ബന്ധാന ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മളൊരു സ്ലിപ്പ് നോട്ട് ഇട്ടു. ഞാനിവിടെ ഒരു ഓഫ് വൈറ്റും ബ്രൗണും കോഫി ബ്രൗൺ ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തത്. ബോർഡറിൽ കൊടുക്കുക കോഫി ഓഫ് വൈറ്റ് സെൻറ്ററിലും. നമുക്ക് ചെയ്ത് നോക്കാം. ഒരു 6 ചെയിൻസ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഫസ്റ്റ് ചെയിനിലേക്ക് നമ്മളൊരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. എന്നിട്ട് 3 ചെയിൻസ് ഇടുക. 3mm ക്രോഷ്യ ഹുക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ 3 ചെയിൻസ് ഇട്ടു. ഇനി ഒരു 6 ഡബിൾ ക്രോഷ്യേസ് കൂടെ ചെയ്യുക. ആ 3 ചെയിനെ നമ്മളൊരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കണക്കാക്കും. ബാക്കി 6ഉം അപ്പോൾ ടോട്ടൽ 7 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഈ ഒരു പാറ്റേൺ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഭംഗിയായി. അങ്ങനെ അതൊരു ബന്ധാനയാക്കി എടുത്തതാട്ടോ. അപ്പം എല്ലാവരും ഈ ഒരു പാറ്റേൺ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ 4 ചെയിൻസ് ഇട്ടിട്ട് ടേൺ ചെയ്യുക വീണ്ടും. എന്നിട്ട് ആദ്യത്തെ 2 സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. 7 അല്ലേ? അപ്പം നമ്മൾ ആദ്യത്തെ 2 വിടുക. പിന്നത്തെ 3 ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ 2 വിടുക. എന്നിട്ട് 4 ചെയിൻസ് ഇടുക. ആ ഫസ്റ്റ് സ്പേസിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും 3 ചെയിൻസ് ഇടുക. ടേൺ ചെയ്യുക. ആ ചെയിൻ ഇട്ട സ്പേസിൽ 7 ഡബിൾ ക്രോഷ്യ, അതായത് ആ 3 ചെയിൻ നമ്മളൊരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കണക്കാക്കുക. പിന്നെ ബാക്കി 6 ഇവിടെ ചെയ്തെടുക്കുക. നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യയും ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ 3 സിംഗിൾ ക്രോഷ്യ ചെയ്തതിൽ സെൻറ്ററിലെ സിംഗിൾ ക്രോഷ്യയിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഒരു എസ്സി ചെയ്യുക. ദെൻ വീണ്ടും ആ ഒരു ചെയിൻ സ്പേസ് വരുന്നില്ലേ, അവിടെ നമ്മൾ 7 ഡബിൾ ക്രോഷ്യ തന്നെ ചെയ്യുക. ഇങ്ങനെ നമ്മൾ ഓരോ റൗണ്ടിലും റിപ്പീറ്റ് ചെയ്താട്ടോ വരുന്നത്. ഇനി ആ സെക്കൻഡ് നമ്മൾ ചെയ്ത പോലെ ഒരു 3 ചെയിൻസ് ഇട്ടു. ആ 7 ഡബിൾ ക്രോഷ്യയിൽ ആദ്യത്തെ 2 ഡബിൾ ക്രോഷ്യ സ്കിപ്പ് ചെയ്തു. 3 ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ദെൻ 2 സ്കിപ്പ് ചെയ്യുക. വീണ്ടും 3 ചെയിൻസ് ഇട്ടിട്ട് നെക്സ്റ്റ് ഷെല്ലിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യുക. നമ്മൾ 3 ചെയിൻസ് ഇട്ടു. 2 സ്കിപ്പ് ചെയ്തു. ഓരോ സിംഗിൾ ക്രോഷ്യ, അങ്ങനെ 3 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി വീണ്ടും 2 സ്കിപ്പ് ചെയ്യുക. വീണ്ടും 2 ചെയ്തു. എന്നിട്ട് നമ്മൾ ആ രണ്ടാമത്തെ സ്പേസിൽ 3 ചെയിൻസ് ഇട്ടിട്ട് രണ്ടാമത്തെ ഷെല്ലില്ലേ, അതിൽ 3rd ഡബിൾ ക്രോഷ്യേൻ്റെ മേലെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. നെക്സ്റ്റ് ഒരു സിംഗിൾ ക്രോഷ്യ, പിന്നെ ഒരു സിംഗിൾ ക്രോഷ്യ, അങ്ങനെ 3 സിംഗിൾ ക്രോഷ്യേസ് ചെയ്യുക. ഒന്ന്, 2, 3. ഇനി 3 ചെയിൻസ് ഇടുക. എന്നിട്ട് ആ ഫസ്റ്റ് സ്പേസിലേക്ക് ഒരു സ്ലിപ്പ് ഇടുക. അങ്ങനെ നമ്മളിത് ഇനി വീണ്ടും 3 ചെയിൻസ് ഇടുക. ടേൺ ചെയ്യുക. 7 ഡബിൾ ക്രോഷ്യേസ്. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് എത്ര ലെങ്ത് ആണോ, ഇതൊരു ട്രയാങ്കിൾ ഷേപ്പ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എത്ര ലെങ്ത് ആണോ വേണ്ടത് അത്രയും ലെങ്ത്തിൽ നമ്മളിത് ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ ഇതിൻ്റെ ബോർഡറിൽ കോഫി വെച്ചിട്ട് ഒരു 5 ചെയിൻസ് ഇട്ടിട്ട് ഒരു ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ബോർഡറായിട്ട് ഇങ്ങനെ കൊടുത്തു എന്നേ ഉള്ളൂ. വേറെ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. 2 സൈഡിലും ഒരു 25 ചെയിൻസിൻ്റെ 2 കയറും വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു ബന്ധാന ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു പാറ്റേണായിട്ട് കാണാം. നമുക്ക് ഓരോ റൗണ്ട്സും ഇതുപോലെ ചെയ്തെടുക്കാം. ഓരോ റൗണ്ട് കൂടി വരുമ്പോഴും നമ്മൾ ആ ഷെല്ലിൻ്റെ എണ്ണം കൂടിക്കൂടി വരും. അതേപോലെ നമ്മൾ ആ ചെയിൻസിൻ്റെ ശബ്ദം കൂടിക്കൂടി വരും. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മളെ കാൽക്കുലേഷൻ ഒന്നും തെറ്റരുത്.
7 ഡബിൾ ക്രോഷ്യ അല്ല 6 ഒക്കെ ആയിപ്പോയാൽ നമ്മൾ ആ സിംഗിൾ ക്രോഷ്യ ചെയ്യേണ്ട നെക്സ്റ്റ് റൗണ്ട് വരുമ്പോൾ ഒക്കെ തെറ്റും. അപ്പോൾ ഒക്കെ കറക്റ്റ് അല്ലേ എണ്ണൊക്കെ നോക്കിയിട്ട് ചെയ്യാം. നമുക്ക് ചെയ്തിട്ട് വരാം. ഞാനിതവിടെ കുറച്ച് റൗണ്ട്സ് ചെയ്തെടുത്തു. കുറച്ചൊരു 2-3 റൗണ്ട്സും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ആ ബ്രൗൺ കളർ വെച്ചിട്ട് നമുക്കൊരു എന്ത് ചെയ്യാം, ഒരു ബോർഡർ കൊടുക്കാം ഒരു ഭംഗിക്ക്. പ്ലെയിൻ കളർ ഓഫ് വൈറ്റ് മാത്രമാകുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഒരു ബോർഡർ കൊടുത്തത്. കളർ ഒന്ന് ചേഞ്ച് ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്കിപ്പോൾ ഈ കളറിൽ തന്നെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. നിങ്ങളിഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു പാറ്റേണുമായിട്ട് കാണാം. താങ്ക് യു. അപ്പോൾ ഇതാട്ടോ നമ്മളെ ബന്ധനൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും പാറ്റേൺ ഇഷ്ടമായതിൻ്റെ കയറി 2 സൈഡിലും ഓരോരോ കയർ കൊടുത്തിട്ടുണ്ട് കെട്ടാൻ വേണ്ടിയിട്ട്. 5 ചെയിൻസ് ഇട്ടു, സിംഗിൾ ക്രോഷ്യ ചെയ്യുക നെക്സ്റ്റ് സ്പേസിലേക്ക്. അങ്ങനെ ഒരു 3 റൗണ്ട്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം താങ്ക് യു.